സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മീറ്റും മെറ്റുമാണ്. മീറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടുക എന്നും മെറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടി എന്നുള്ളതുമാണ്. അപ്പോൾ മീറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുക, അത് പ്രസൻറ്റ് ടെൻസിലാണ് മീറ്റ് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഒരാളെ കണ്ടുമുട്ടുക. നമുക്ക് പാർക്കിൽ കണ്ടുമുട്ടാം എന്നെങ്ങനെ പറയാം? ലെറ്റസ് മീറ്റ് അറ്റ് ദ പാർക്ക്. നമുക്ക് പാർക്കിൽ കണ്ടുമുട്ടാം. ലെറ്റസ് മീറ്റ് അറ്റ് ദ പാർക്ക്. നമുക്ക് പാർക്കിൽ കണ്ടുമുട്ടാം. ലെറ്റസ് മീറ്റ് അറ്റ് ദ പാർക്ക്. നമുക്ക് പാർക്കിൽ കണ്ടുമുട്ടാം. നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ടുമുട്ടാം എന്നെങ്ങനെ പറയാം? ലെറ്റസ് മീറ്റ് അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ. ലെറ്റസ് മീറ്റ് അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ. നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ കണ്ടുമുട്ടാം. ലെറ്റസ് മീറ്റ് അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ. നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ കണ്ടുമുട്ടാം. അവർ ഓരോ ആഴ്ചയും ഒരുമിച്ച് കണ്ടുമുട്ടുന്നു എന്നെങ്ങനെ പറയാം? ദേ മീറ്റ് ടുഗദർ എവരി വീക്ക്. അവർ ഒരുമിച്ച് ഒരാഴ്ചയും കണ്ടുമുട്ടുന്നു. ദേ മീറ്റ് ടുഗദർ. ടുഗദർ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച്. എവരി വീക്ക് എല്ലാ ആഴ്ചയിലും. ദേ മീറ്റ് ടുഗദർ എവരി വീക്ക്. അവർ എല്ലാ ആഴ്ചയും ഒരുമിച്ച് കണ്ടുമുട്ടുന്നു. ദേ മീറ്റ് ടുഗദർ എവരി വീക്ക്. അവർ ഒരുമിച്ച് എല്ലാ ആഴ്ചയും കണ്ടുമുട്ടുന്നു. ദേ മീറ്റ് ടുഗദർ എവരി വീക്ക്. അവർ ഒരുമിച്ച് എല്ലാ ആഴ്ചയും കണ്ടുമുട്ടുന്നു. ഞങ്ങൾ ഇന്നലെ ആദ്യം കണ്ടുമുട്ടി എന്നെങ്ങനെ പറയാം? വി ഫസ്റ്റ് മെറ്റ് ഇൻ യെസ്റ്റർഡേ. ഞങ്ങൾ ഇന്നലെ ആദ്യം കണ്ടുമുട്ടി. വി ഫസ്റ്റ് മെറ്റ് ഇൻ യെസ്റ്റർഡേ. ഞങ്ങൾ ഇന്നലെ ആദ്യം കണ്ടുമുട്ടി. വി ഫസ്റ്റ് മെറ്റ് ഇൻ യെസ്റ്റർഡേ. ഞങ്ങൾ ഇന്നലെ ആദ്യം കണ്ടുമുട്ടി. വി ഫസ്റ്റ് മെറ്റ് ഇൻ യെസ്റ്റർഡേ. ഞങ്ങൾ ഇന്നലെ ആദ്യം കണ്ടുമുട്ടി. ഉച്ചഭക്ഷണ സമയത്ത് കണ്ടുമുട്ടി എന്നെങ്ങനെ പറയാം? വി മെറ്റ് ഇൻ ലഞ്ച് ടൈം. ഞങ്ങൾ ഉച്ചഭക്ഷണ സമയത്ത് കണ്ടുമുട്ടി. വി മെറ്റ് ഇൻ ലഞ്ച് ടൈം. ഞങ്ങൾ ഉച്ചഭക്ഷണ സമയത്ത് കണ്ടുമുട്ടി. വി മെറ്റ് ഇൻ ലഞ്ച് ടൈം. ഞങ്ങൾ ഉച്ചഭക്ഷണ സമയത്ത് കണ്ടുമുട്ടി. ഞങ്ങൾ സ്ട്രീറ്റിൽ വെച്ച് കണ്ടുമുട്ടി എന്നെങ്ങനെ പറയാം? വി മെറ്റ് ഇൻ ദ സ്ട്രീറ്റ്. ഞങ്ങൾ സ്ട്രീറ്റിൽ വെച്ച് കണ്ടുമുട്ടി. വി മെറ്റ് ഇൻ ദ സ്ട്രീറ്റ്. ഞങ്ങൾ തെരുവിൽ വെച്ച് കണ്ടുമുട്ടി. വി മെറ്റ് ഇൻ ദ സ്ട്രീറ്റ്. ഞങ്ങൾ സ്ട്രീറ്റിൽ വെച്ച് കണ്ടുമുട്ടി. ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തെ തെരുവിൽ കണ്ടുമുട്ടി എന്നെങ്ങനെ പറയാം? എ വീക്ക് ലേറ്റർ ഐ മെറ്റ് ഹിം ഇൻ ദ സ്ട്രീറ്റ്. ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തെ തെരുവിൽ കണ്ടുമുട്ടി. എ വീക്ക് ലേറ്റർ ഐ മെറ്റ് ഹിം ഇൻ ദ സ്ട്രീറ്റ്. ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തെ തെരുവിൽ കണ്ടുമുട്ടി. എ വീക്ക് ലേറ്റർ ഐ മെറ്റ് ഹിം ഇൻ ദ സ്ട്രീറ്റ്. ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തെ തെരുവിൽ കണ്ടുമുട്ടി. know her by sight but we have never met. ഞാൻ അവളെ കാഴ്ചയിലൂടെ അറിയാം, പക്ഷെ ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല. ഐ നോ ഹെർ ബൈ സൈറ്റ് ബട്ട് വി ഹാവ് നെവർ മെറ്റ്. ഞാൻ അവളെ കാഴ്ചയിലൂടെ അറിയാം, പക്ഷെ ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല. ഐ നോ ഹെർ ബൈ സൈറ്റ് ബട്ട് വി ഹാവ് നെവർ മെറ്റ്. ഞാൻ അവളെ കാഴ്ചയിലൂടെ അറിയാം, പക്ഷേ ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല. ബില്ല് കണ്ടു എന്നിങ്ങനെ പറയാം? ഐ മെറ്റ് ബിൽ യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ ബില്ല് കണ്ടു. ഐ മെറ്റ് ബിൽ യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ ബില്ല് കണ്ടു. ഐ മെറ്റ് ബിൽ യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ ബില്ല് കണ്ടു. അവൾ ഇന്നലെ അവനെ കണ്ടേക്കാം എങ്ങനെ പറയാം? ഷീ മൈറ്റ് ഹാവ് മെറ്റ് ഹിം യെസ്റ്റർഡേ. അവൾ ഇന്നലെ അവനെ കണ്ടേക്കാം. ഷീ മൈറ്റ് ഹാവ് മെറ്റ് ഹിം യെസ്റ്റർഡേ. അവൾ ഇന്നലെ അവനെ കണ്ടേക്കാം. ഷീ മൈറ്റ് ഹാവ്
മെറ്റ് ഹിം യെസ്റ്റർഡേ. അവൾ ഇന്നലെ അവനെ കണ്ടേക്കാം. ഞാനൊരു വൃദ്ധനെ റെയിൽവേ സ്റ്റേഷന് സമീപം കണ്ടു എന്നെങ്ങനെ പറയാം? ഐ മെറ്റ് ഏൻ ഓൾഡ് മാൻ നിയർ ദ റെയിൽവേ സ്റ്റേഷൻ. ഞാനൊരു വൃദ്ധനെ റെയിൽവേ സ്റ്റേഷന് സമീപം കണ്ടു. ഐ മെറ്റ് ഏൻ ഓൾഡ് മാൻ നിയർ ദ റെയിൽവേ സ്റ്റേഷൻ. ഞാനൊരു വൃദ്ധനെ റെയിൽവേ സ്റ്റേഷന് സമീപം കണ്ടു. ഐ മെറ്റ് ഏൻ ഓൾഡ് മാൻ നിയർ ദ റെയിൽവേ സ്റ്റേഷൻ. ഞാനൊരു വൃദ്ധനെ റെയിൽവേ സ്റ്റേഷന് സമീപം കണ്ടു. ടോം മെറ്റ് മേരി ഓൺ ഹിസ് വേ ടു സ്കൂൾ. ടോം സ്കൂളിലേക്കുള്ള യാത്ര മധ്യേ മേരിയെ കണ്ടുമുട്ടി. ടോം മെറ്റ് മേരി ഓൺ ഹിസ് വേ ടു സ്കൂൾ. ടോം സ്കൂളിലേക്കുള്ള യാത്ര മധ്യേ മേരിയെ കണ്ടുമുട്ടി. ടോം മെറ്റ് മേരി ഓൺ ഹിസ് വേ ടു സ്കൂൾ. സ്കൂളിലേക്കുള്ള യാത്ര മധ്യേ ടോം മേരിയെ കണ്ടുമുട്ടി. ടോം മെറ്റ് മേരി ഓൺ ഹിസ് വേ ടു സ്കൂൾ. ടോം സ്കൂളിലേക്കുള്ള യാത്ര മധ്യേ മേരിയെ കണ്ടുമുട്ടി. ഗോട്ട് ദാറ്റ് ഐ മെറ്റ് ഹെർ ലാസ്റ്റ് മന്ത്. ഞാൻ അവളെ കഴിഞ്ഞ മാസം കണ്ടിട്ടുണ്ടെന്ന് ഞാൻ മറന്നു. ഐ ഫോർഗോട്ട് ദാറ്റ് ഐ മെറ്റ് ഹെർ ലാസ്റ്റ് മന്ത്. ഞാൻ അവളെ കഴിഞ്ഞ മാസം കണ്ടിട്ടുണ്ടെന്ന് ഞാൻ മറന്നു. ഐ ഫോർഗോട്ട് ദാറ്റ് ഐ മെറ്റ് ഹെർ ലാസ്റ്റ് മന്ത്. ഞാൻ അവളെ കഴിഞ്ഞ മാസം കണ്ടിട്ടുണ്ടെന്ന് ഞാൻ മറന്നു. ഓൾ ഫാമിലി മെറ്റ്. കുടുംബം മുഴുവൻ കണ്ടുമുട്ടി. ദ ഓൾ ഫാമിലി മെറ്റ്. കുടുംബം മുഴുവൻ കണ്ടുമുട്ടി. ദ ഓൾ ഫാമിലി മെറ്റ്. കുടുംബം മുഴുവൻ കണ്ടുമുട്ടി. ദ ഓൾ ഫാമിലി മെറ്റ്. കുടുംബം മുഴുവൻ കണ്ടുമുട്ടി. ഡിഡ് വി മെറ്റ്. ഞങ്ങൾ എവിടെയാണ് കണ്ടുമുട്ടിയത്? വേർ ഡിഡ് വി മെറ്റ്. ഞങ്ങൾ എവിടെയാണ് കണ്ടുമുട്ടിയത്? സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മൾ എവിടെയാണ് കണ്ടുമുട്ടിയത്? വേർ ഡിഡ് വി മെറ്റ്. നമ്മൾ എവിടെയാണ് കണ്ടുമുട്ടിയത്? ഒരിക്കലും കണ്ടുമുട്ടിയില്ല എന്നെങ്ങനെ പറയാം? വി ഹാവ് നെവർ മെറ്റ്. നമ്മൾ ഒരിക്കലും കണ്ടുമുട്ടിയില്ല. വി ഹാവ് നെവർ മെറ്റ്. ഞങ്ങൾ ഒരിക്കലും കണ്ടുമുട്ടിയില്ല. വി ഹാവ് നെവർ മെറ്റ്. ഞങ്ങൾ ഒരിക്കലും കണ്ടുമുട്ടിയില്ല. വി ഹാവ് നെവർ മെറ്റ്. ഞങ്ങൾ ഒരിക്കലും കണ്ടുമുട്ടിയില്ല. അവസാനം ഞങ്ങൾ കണ്ടുമുട്ടുന്നു എന്നെങ്ങനെ പറയാം? ഫൈനലി വി മീറ്റ്. അവസാനം ഞങ്ങൾ കണ്ടുമുട്ടുന്നു. ഫൈനലി വി മീറ്റ്. അവസാനം ഞങ്ങൾ കണ്ടുമുട്ടുന്നു. ഫൈനലി വി മീറ്റ്. അവസാനം ഞങ്ങൾ കണ്ടുമുട്ടുന്നു. പുതിയ കൂട്ടുകാരെ കണ്ടു എന്നെങ്ങനെ പറയാം? ഐ മെറ്റ് ന്യൂ ഫ്രണ്ട്സ്. ഞാൻ പുതിയ കൂട്ടുകാരെ കണ്ടു. ഐ മെറ്റ് ന്യൂ ഫ്രണ്ട്സ്. ഞാൻ പുതിയ കൂട്ടുകാരെ കണ്ടു. ഐ മെറ്റ് ന്യൂ ഫ്രണ്ട്സ്. ഞാൻ പുതിയ കൂട്ടുകാരെ കണ്ടു. കോളേജിൽ കണ്ടു എന്നെങ്ങനെ പറയാം? ഐ മെറ്റ് ഹിം ഇൻ കോളേജ്. ഞാൻ അവനെ കോളേജിൽ കണ്ടു. ഐ മെറ്റ് ഹിം ഇൻ കോളേജ്. ഞാൻ അവനെ കോളേജിൽ കണ്ടു. ഐ മെറ്റ് ഹിം ഇൻ കോളേജ്. ഞാൻ അവനെ കോളേജിൽ കണ്ടു. ഐ മെറ്റ് ഹിം ഇൻ കോളേജ്. ഞാൻ അവനെ കോളേജിൽ കണ്ടു. ഇനഫ് മണി ടു മീറ്റ് അവർ നീഡ്സ്. ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ മതിയായ പണം. ഇനഫ് മണി ടു മീറ്റ് അവർ നീഡ്സ്. ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ മതിയായ പണം. ഇനഫ് മണി ടു മീറ്റ് അവർ നീഡ്സ്. ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ മതിയായ പണം. ഇനഫ് മണി ടു മീറ്റ് അവർ നീഡ്സ്. ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ മതിയായ പണം. ഇനഫ് മണി ടു മീറ്റ് അവർ നീഡ്സ്. ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ മതിയായ പണം. ഹിസ് വൈഫ് അറ്റ് വർക്ക്. ജോലിസ്ഥലത്ത് അദ്ദേഹം ഭാര്യയെ കണ്ടു. വി മെറ്റ് ഹിസ് വൈഫ് അറ്റ് വർക്ക്. ജോലിസ്ഥലത്ത് അദ്ദേഹം ഭാര്യയെ കണ്ടു. വി മെറ്റ് ഹിസ് വൈഫ് അറ്റ് വർക്ക്. ജോലിസ്ഥലത്ത് അദ്ദേഹം ഭാര്യയെ കണ്ടു.
ഉച്ചഭക്ഷണ സമയത്ത് കണ്ടുമുട്ടാൻ തീരുമാനിച്ചു. അതെങ്ങനെ ഇംഗ്ലീഷ് പറയാ? വി ഡിസൈഡ് ടു മീറ്റ് അറ്റ് ലഞ്ച്. ഞങ്ങൾ ഉച്ചഭക്ഷണ സമയത്ത് കണ്ടുമുട്ടാൻ തീരുമാനിച്ചു. വി ഡിസൈഡ് ടു മീറ്റ് അറ്റ് ലഞ്ച്. ഞങ്ങൾ ഉച്ചഭക്ഷണ സമയത്ത് കണ്ടുമുട്ടാൻ തീരുമാനിച്ചു. ഉച്ചഭക്ഷണ സമയത്ത് കണ്ടുമുട്ടാൻ തീരുമാനിച്ചു എന്നെങ്ങനെ പറയാം? വി ഡിസൈഡ് ടു മീറ്റ് അറ്റ് ലഞ്ച്. ഞങ്ങൾ ഉച്ചഭക്ഷണ സമയത്ത് കണ്ടുമുട്ടാൻ തീരുമാനിച്ചു. വി ഡിസൈഡഡ് ടു മീറ്റ് അറ്റ് ലഞ്ച്. ഞങ്ങൾ ഉച്ചഭക്ഷണ സമയത്ത് കണ്ടുമുട്ടാൻ തീരുമാനിച്ചു. വി ഡിസൈഡഡ് ടു മീറ്റ് അറ്റ് ലഞ്ച്. ഞങ്ങൾ ഉച്ചഭക്ഷണ സമയത്ത് കണ്ടുമുട്ടാൻ തീരുമാനിച്ചു. വി ഡിസൈഡഡ് ടു മീറ്റ് അറ്റ് ലഞ്ച്. ഞങ്ങൾ ഉച്ചഭക്ഷണ സമയത്ത് കണ്ടുമുട്ടാൻ തീരുമാനിച്ചു. ഏബിൾ ടു മീറ്റ് അറ്റ് എവരി സോഷ്യൽ സിറ്റുവേഷൻ. ഓരോ സാമൂഹിക സാഹചര്യങ്ങളും കാണാൻ കഴിഞ്ഞു. വാസ് ഏബിൾ ടു മീറ്റ് അറ്റ് എവരി സോഷ്യൽ സിറ്റുവേഷൻ. ഓരോ സാമൂഹിക സാഹചര്യങ്ങളിലും കാണാൻ കഴിഞ്ഞു. വാസ് ഏബിൾ ടു മീറ്റ് അറ്റ് എവരി സോഷ്യൽ സിറ്റുവേഷൻ. ഓരോ സാമൂഹിക സാഹചര്യങ്ങളിലും കാണാൻ കഴിഞ്ഞു. മെറ്റ് ഹെർ ഇൻ എ വെഡ്ഡിംഗ് പാർട്ടി. ഞാൻ അവളെ ഒരു വിവാഹ പാർട്ടിയിൽ കണ്ടു. ഐ മെറ്റ് ഹെർ ഇൻ എ വെഡ്ഡിംഗ് പാർട്ടി. ഞാൻ അവളെ ഒരു വിവാഹ പാർട്ടിയിൽ കണ്ടു. ഐ മെറ്റ് ഹെർ ഇൻ എ വെഡ്ഡിംഗ് പാർട്ടി. ഞാൻ അവളെ ഒരു വിവാഹ പാർട്ടിയിൽ കണ്ടു. ഐ മെറ്റ് ഹെർ ഇൻ എ വെഡ്ഡിംഗ് പാർട്ടി. ഞാൻ അവളെ ഒരു വിവാഹ പാർട്ടിയിൽ കണ്ടു. കുറേ നാളുകൾക്ക് ശേഷമാണ് കണ്ടുമുട്ടിയത് എന്നെങ്ങനെ പറയാം? ഐ മെറ്റ് ഹെർ സെവറൽ ഡേയ്സ്. ഞാൻ അവളെ കുറേ നാളുകൾക്ക് ശേഷമാണ് കണ്ടുമുട്ടിയത്. ഐ മെറ്റ് ഹെർ സെവറൽ ഡേയ്സ്. ഞാൻ അവളെ കുറേ നാളുകൾക്ക് ശേഷമാണ് കണ്ടുമുട്ടിയത്. ഐ മെറ്റ് ഹെർ സെവറൽ ഡേയ്സ്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ അവളെ കണ്ടുമുട്ടിയത്. ഐ മെറ്റ് ഹെർ സെവറൽ ഡേയ്സ്. ഞാൻ അവളെ കുറേ നാളുകൾക്ക് ശേഷമാണ് കണ്ടുമുട്ടിയത്. വളരെ നാളുകൾക്ക് ശേഷം ഞങ്ങൾ കണ്ടുമുട്ടിയപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷം തോന്നി എന്നെങ്ങനെ പറയാം? വെൻ വി മെറ്റ് ആഫ്റ്റർ സം ഡേയ്സ് വി വർ ഹാപ്പി. വളരെ നാളുകൾക്ക് ശേഷം ഞങ്ങൾ കണ്ടുമുട്ടിയപ്പോൾ ഞങ്ങൾക്ക് സന്തോഷം തോന്നി. വെൻ വി മെറ്റ് ആഫ്റ്റർ സം ഡേയ്സ് വി വർ ഹാപ്പി. വളരെ നാളുകൾക്ക് ശേഷം ഞങ്ങൾ കണ്ടുമുട്ടിയപ്പോൾ ഞങ്ങൾക്ക് സന്തോഷം തോന്നി. വെൻ വി മെറ്റ് ആഫ്റ്റർ സം ഡേയ്സ് വി വർ ഹാപ്പി. വളരെ നാളുകൾക്ക് ശേഷം ഞങ്ങൾ കണ്ടുമുട്ടിയപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷം തോന്നി. വളരെ സന്തോഷം തോന്നി എന്നുണ്ടെങ്കിൽ വി വർ വെരി ഹാപ്പി അങ്ങനെയും കൂടി ചേർക്കാം കേട്ടോ. വെൻ വി മെറ്റ് ആഫ്റ്റർ സം ഡേയ്സ് വി വർ വെരി ഹാപ്പി. വളരെ നാളുകൾക്ക് ശേഷം ഞങ്ങൾ കണ്ടുമുട്ടിയപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷം തോന്നി. ശ്രമിച്ചിട്ടും അവരെ കണ്ടുമുട്ടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് എങ്ങനെ പറയാം? ഡെസ്പൈറ്റ് ഹൗ ഹാഡ് ഐ ട്രൈഡ് ഐ കുഡ് നോട്ട് മീറ്റ് ദം. ഞാൻ എത്ര ശ്രമിച്ചിട്ടും അവരെ കണ്ടുമുട്ടാൻ കഴിഞ്ഞില്ല. ഡെസ്പൈറ്റ് ഹൗ ഹാഡ് ഐ ട്രൈഡ് ഐ കുഡ് നോട്ട് മീറ്റ് ദം. ഞാൻ എത്ര ശ്രമിച്ചിട്ടും അവരെ കണ്ടുമുട്ടാൻ കഴിഞ്ഞില്ല. ഡെസ്പൈറ്റ് ഹൗ ഹാഡ് ഐ ട്രൈഡ് ഐ കുഡ് നോട്ട് മീറ്റ് ദം. ഞാൻ എത്ര ശ്രമിച്ചിട്ടും അവരെ കണ്ടുമുട്ടാൻ കഴിഞ്ഞില്ല. എനിക്ക് അവരെ കണ്ടുമുട്ടാൻ സാധിക്കാത്തതിൽ വളരെ സങ്കടം തോന്നിയെന്ന് നമ്മൾ പറയില്ലേ? അതെങ്ങനെ ഇംഗ്ലീഷ് പറയാം? വെരി സാഡ് ദാറ്റ് ഐ കാൺ മീറ്റ് ദം. എനിക്ക് അവരെ കണ്ടുമുട്ടാൻ കഴിയാത്തതിൽ വളരെ സങ്കടം തോന്നി. വെരി സാഡ് ദാറ്റ് ഐ കാൺ മീറ്റ് ദം. എനിക്ക് അവരെ കണ്ടെത്താൻ കഴിയാത്തതിൽ വളരെ സങ്കടം തോന്നി. വെരി സാഡ് ദാറ്റ് ഐ കാൺ മീറ്റ് ദം. എനിക്ക് അവരെ കണ്ടെത്താൻ കഴിയാത്തതിൽ വളരെ സങ്കടം തോന്നി. മീറ്റും മെറ്റും ഉപയോഗിച്ചിട്ടുള്ള സെൻറ്റൻസുകളൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാനിന്ന് ഒരുപാട് സെൻറ്റൻസുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഒന്നും കൂടി ഒന്നോ രണ്ടോ പ്രാവശ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഓരോ ദിവസവും നിങ്ങൾക്ക് ഓരോ പുതിയ പുതിയ വേർഡ്സുകളുടെ യൂസേജസുകളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു.
അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ പറയുകയാണ്, ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ഡെയിലി പ്രാക്ടീസ് ചെയ്താൽ മാത്രം പോരാ, അത് നമ്മൾ യൂസ് ആവണം. നമ്മൾ എന്തും ഒരു ചെറിയ വേർഡ്സ് ആണെങ്കിലും ചെറിയ സെൻറ്റൻസുകളാണെങ്കിലും നമ്മളത് ഒരാളോട് പറയുമ്പോഴേ നമ്മൾ അത് പഠിക്കുകയുള്ളൂ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറെൻറ്റ്, അതായത് ബാംഗ്ലൂർ പോലുള്ള ഹൈദരാബാദ് പോലുള്ള പ്ലേസിൽ പോകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ചെറിയ ചെറിയ വേർഡ്സുകളായാലും സെൻറ്റൻസുകളായാലും നമ്മൾ പഠിക്കും. കാരണം നമ്മളത് യൂസ് ചെയ്യണം, അവരോട് യൂസ് ചെയ്യുക. അവിടെ നമുക്ക് മലയാളം പറയാൻ പറ്റില്ലല്ലോ, അപ്പോൾ നമുക്കത് ഇംഗ്ലീഷ് തന്നെ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇംഗ്ലീഷ് ചെറിയ വേർഡ്സുകളാണെങ്കിൽ പോലും നമ്മളത് യൂസ് ചെയ്യാൻ ശ്രമിക്കും. കാരണം നിന്ന് പോകണമെങ്കിൽ അതല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ട്രൈ ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. ഓക്കെ, ബൈ.